സ്നേഹിതരെ, സല്യൂട്ട്. കഴിഞ്ഞ ആഴ്ച താനൂരുണ്ടായ ബോട്ട് അപകടം നമ്മളെല്ലാവരെയും അതീവ ദുഃഖത്തിലാഴ്ത്തിയല്ലോ. ഇതേക്കുറിച്ച് അറിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് തേക്കടിയിൽ 2009 ഒരു ബോട്ട് ദുരന്തത്തെക്കുറിച്ച് ഓർമ്മ വന്നത്. സെപ്റ്റംബർ 30 വിനോദസഞ്ചാരികളുമായി പോയിരുന്ന ഒരു ബോട്ട് മറിഞ്ഞ് അന്ന് 45 പേർ മരിച്ചു. ആ സമയം ഞാൻ ക്രൈംബ്രാഞ്ച് IG ആയിരുന്നു. സെപ്റ്റംബർ 30 ഈ സംഭവം നടക്കുന്നു. ഒക്ടോബർ 2 ഈ കേസ് ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റി വരുന്നു. അന്ന് മുഖ്യമന്ത്രി ശ്രീ എസ് അച്യുതാനന്ദൻ സാറായിരുന്നു, ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണൻ സാറായിരുന്നു. എൻ്റെ കീഴിലുള്ള ഒരു സംഘമാണ് ഈ കേസ് അന്വേഷിച്ചത്. ഞാൻ അതിന് നേതൃത്വം നൽകിയിരുന്നു. ശ്രീ PA വത്സൻ എന്ന പേരുള്ള ഒരു സമർത്ഥനായ മിടുക്കനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നു SP. അദ്ദേഹത്തിനായിരുന്നു അന്വേഷണ ചുമതല. എത്ര കണ്ടാലും എത്രയൊക്കെ സംഭവങ്ങൾ നടന്നാലും നമ്മൾ കേരളീയർ ഒന്നും പഠിക്കുന്നില്ല എന്ന് മനസ്സിലായ ഒരു സമയമാണിപ്പോൾ. ഇടയ്ക്കിടെ ബോട്ട് ദുരന്തം ഉണ്ടാകുന്നു, ആളുകൾ മരിക്കുന്നു. അപ്പോഴും നമ്മൾ അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല, മറ്റൊരു ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ് മറ്റവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ ചെയ്യേണ്ടതൊന്നും നമ്മൾ ചെയ്യുകയില്ല. നമുക്കറിയാം, ഇടുക്കി ജില്ലയിലുള്ള തേക്കടി എന്ന് പറയുന്നത് ഒരു വിനോദസഞ്ചാര പറുദീസയാണ് എന്ന്. കേരളത്തിലേക്ക് വിനോദസഞ്ചാരത്തിനായി വരുന്നവർ എല്ലാവരും പോകുന്ന ഒരു സ്ഥലമാണ് തേക്കടിയിലേക്ക്. കുമളിയിൽ നിന്ന് 4 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ തേക്കടി എത്തും. അവിടെ മനോഹരമായ ഒരു തടാകമുണ്ട്. അവിടെ ബോട്ടിങ്ങിന് കയറിക്കഴിഞ്ഞാൽ നമുക്ക് തേക്കടിയുടെ ഡാമിൻ്റെ വശത്ത് വരെ പോയിട്ട് തിരിച്ചു വരാൻ സാധിക്കും. ഒരുപാട് വന്യമൃഗങ്ങളെ കാണാൻ സാധിക്കും. ടൈഗർ റിസർവ് അതിൻ്റെ അടുത്താണ്. കടുവയൊന്നും കാണാൻ സാധിച്ചില്ലെങ്കിലും ആനയെ ഇഷ്ടംപോലെ കാണാൻ സാധിക്കും. കാട്ടുപോത്തുകളെ കാണാൻ സാധിക്കും. മാനുണ്ടാവും. വളരെയധികം പക്ഷി മൃഗാദികൾ ഉള്ള ഒരു സ്ഥലമാണത്. കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ കീഴിലുള്ള ഒരു ബോട്ടായിരുന്നു ജലകന്യക. അത് നീരിൽ ഇറക്കിയിട്ട് കഷ്ടിച്ച 1 മാസം കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഓഗസ്റ്റ് അവസാനത്തോടു കൂടി കമ്മീഷൻ ചെയ്ത ഒരു ഫൈബർ ഗ്ലാസ് ബോട്ടായിരുന്നു അത്. കേരളത്തിൽ KTDCക്ക് വേണ്ടി 3 ബോട്ടുകളാണ് അന്ന് പൂനെയിലെ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ നിന്ന് വാങ്ങിയത്. അതിൽ 2 എണ്ണം തേക്കടിയിലേക്ക് കൊടുക്കുകയായിരുന്നു. ഒരെണ്ണം മറ്റേതോ ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് കൊടുക്കുകയും ചെയ്തു. ഫൈബർ ഗ്ലാസ് ബോട്ടുകൾ തടി ബോട്ടുകൾ പോലെ അത്ര സ്റ്റേഡി അല്ല, അത്ര ബലമുള്ളതല്ല. വെള്ളത്തിൽ ഇറങ്ങിയാൽ അതിങ്ങനെ ആടാനും ഉലയാനും ഒക്കെ ചാൻസ് കൂടുതലാണ്. ഫൈബർ ഗ്ലാസ് ഉത്തമം എന്ന് പറയുന്നത് സ്പീഡ് ബോട്ടുകൾക്കാണ്. യാത്രാ ബോട്ടുകൾക്കോ വിനോദസഞ്ചാരികൾക്കുള്ള ബോട്ടുകൾക്കോ ഫൈബർ ഗ്ലാസ് ബോട്ട് അങ്ങനെ റെക്കമെൻഡ് ചെയ്യാറില്ല. ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെയാണ്, അത് സ്റ്റഡി അല്ലാത്തത് കൊണ്ട്. വലിയ ബോട്ടുകൾ തീർച്ചയായിട്ടും കുറച്ചും കൂടെ നല്ലൊരു മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കുന്നതായിരിക്കും ഉചിതമെന്ന് പിന്നീട് ഒരു റെക്കമെൻഡേഷനിൽ പറഞ്ഞിട്ടുണ്ട്. ബോട്ട് തിരിക്കുന്ന സ്ഥലത്തേക്ക് ആളുകളുടെ ഒരു പ്രവാഹം തന്നെയാണ് ഉണ്ടായിരുന്നു. കാരണം കേരളത്തിൻ്റെ വടക്കോട്ടുള്ള പല ജില്ലകളിലും സെപ്റ്റംബർ മാസം കുട്ടികളുടെ സ്കൂൾ ഹോളിഡേ ആണ്. അപ്പോൾ ആളുകളെല്ലാവരും കുട്ടികളുമായി അവിടെ വിനോദയാത്രയ്ക്ക് വന്നിരുന്ന സമയമായിരുന്നു. കുറേ തെറ്റുകൾ അന്ന് സംഭവിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 70 ആണ്. അതായത് 70 പേർക്ക് ഇതിനകത്ത് സഞ്ചരിക്കാം. ഡബിൾ ഡെക്കർ ബോട്ടാണ്. മുകളിലത്തെ നിലയിൽ 35 പേർക്കും താഴെ 35 പേർക്കും, കൂടാതെ ഒരു ഡ്രൈവറിനും ഇരിക്കാൻ പറ്റുന്ന സ്ഥലം മാത്രമേ അതിനകത്തുള്ളൂ. 70 പേരെ ഉൾക്കൊള്ളുമെങ്കിലും അതിൽ 5 പേരെയെങ്കിലും കുറച്ച് 65 പേർക്ക് മാത്രമേ ടിക്കറ്റ് കൊടുക്കാൻ പാടുള്ളൂ. കാരണം അതിലൊരു സ്ട്രാങ്കും പിന്നെ ബാക്കി 3 പേര് ലൈഫ് ഗാർഡുകളും ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിനകത്ത് ഒരു ഡ്രൈവറും ഒരു സ്ട്രാങ്കും ഉണ്ടായിരുന്നു. അന്ന് ലൈഫ് ഗാർഡുകൾ ആരും ഉണ്ടായിരുന്നില്ല. KTDC പറഞ്ഞു 74 പാസഞ്ചേഴ്സ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞെങ്കിലും അത് തെറ്റായിരുന്നു എന്ന് പിന്നീട് അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടു. 89 പാസഞ്ചേഴ്സിൻ്റെ ലിസ്റ്റ് നമുക്ക് പിന്നീട് കിട്ടിയിരുന്നു. ഇതുകൂടാതെ ഡ്രൈവറും സ്ട്രാങ്കും കൂടെ ചേർത്ത് 91 പേര് ഇതിനകത്ത് യാത്ര ചെയ്തിരുന്നു എന്ന് കരുതണം. ബോട്ടിൽ ഓവർലോഡ് ഉണ്ടായിരുന്നു. ക്രമാതീതമായ ആൾക്കാർ തിങ്ങിക്കയറുകയും അവർക്ക് എല്ലാവർക്കും ആവശ്യമായ ലൈഫ് ജാക്കറ്റ് ഉണ്ടായിരുന്നില്ല. രക്ഷാപ്രവർത്തനം നടത്തേണ്ട ലൈഫ് ഗാർഡുകൾ ഉണ്ടായിരുന്നില്ല. 20 പാസഞ്ചേഴ്സിന് 1 എന്ന കണക്കിൽ ഒരു ലൈഫ് ഗാർഡ് ഒരു ബോട്ടിൽ ഉണ്ടാകണമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ബോട്ടിൽ ഉള്ള കപ്പാസിറ്റിയേക്കാളും 5 പേരെ കുറച്ചേ എപ്പോഴും ടിക്കറ്റ് നൽകാവൂ എന്നും നിഷ്കർഷിക്കുന്നത്. പക്ഷെ പലപ്പോഴും കാശിന് വേണ്ടിയിട്ടാണോ എന്തിനു വേണ്ടിയിട്ടാണോ എന്നറിയില്ല. ചിലപ്പോൾ ആളുകൾ ഒരുപാട് പേരിൽ നിന്ന് സമ്മർദ്ദം, ഞങ്ങൾ ഇത്രയും ദൂരം നിന്ന് വന്ന് കാത്തു നിൽക്കുകയല്ലേ, ഞങ്ങളെ കൊണ്ടുപോകണ്ടേ എന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നത് കൊണ്ടുമായിരിക്കാം കുറേ അധികം ആൾക്കാരെ തിങ്ങി കയറ്റാറുണ്ട്. 5 മണിക്ക് മുമ്പായിട്ട് 4:45 അവസാനത്തെ ബോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. 5 മണിക്ക് ശേഷം സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു ഉത്തരവൊക്കെ ഉണ്ട്. അത് ലംഘിച്ചുകൊണ്ടായിരുന്നു ഇത്രയും പേരെ കുത്തി നിറച്ച് 5 മണിക്ക് ശേഷം ഈ ബോട്ട് തിരിച്ചത്.
4-5 കിലോമീറ്റർ മുമ്പോട്ട് പോയിട്ടുണ്ടാവണം. ഏകദേശം ഒരു 5:45-6 ആകുമ്പോഴേക്കും ഇരുട്ട് വീഴാൻ തുടങ്ങും, നല്ലപോലെ ഇരുട്ടി തുടങ്ങും. ഇരുട്ടുന്ന സാഹചര്യത്തിൽ നമ്മൾ ആളുകളെയും കൊണ്ട് ബോട്ടിൽ പോകുന്നത് ശരിയല്ലാത്തത് കൊണ്ട് 5 മണിക്ക് മുമ്പായിട്ട് 4:45 അവസാനത്തെ ബോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. 5 മണിക്ക് ശേഷം സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു ഉത്തരവൊക്കെ ഉണ്ട്. തേക്കടിയിൽ നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഇടതുവശത്തായിട്ടാണ് വന്യമൃഗസങ്കേതമുള്ളത്. പെരിയാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി, ടൈഗർ സാങ്ച്വറി ഒക്കെ അതിനപ്പുറത്തേക്ക് വ്യാപിച്ച് കിടക്കുന്നുണ്ട്. ടൈഗറിനെ ഒന്നും കാണാറില്ലെങ്കിലും ആനയെ നമുക്ക് ഇഷ്ടം പോലെ കാണാൻ സാധിക്കും. കാട്ടുപോത്തുകളെയും നല്ലപോലെ കാണാൻ സാധിക്കും. 5 മണിക്ക് ശേഷം ജെട്ടിയിൽ നിന്ന് തിരിച്ച ബോട്ട് ഒരു 4 കിലോമീറ്ററോളം സഞ്ചരിച്ച് ഇടതുവശത്താണ് സാധാരണ വന്യമൃഗങ്ങളെ കാണാറുള്ളത്. അപ്പോൾ അവിടെ ആനയോ കാട്ടുപോത്തോ എന്തോ ഉണ്ട് എന്ന് പറഞ്ഞ ആളുകളെല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് പോയി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ബോട്ട് ഡ്രൈവർ ചെയ്യേണ്ടിയിരുന്നത് വളരെ പതുക്കെ അല്ലെങ്കിൽ നിർത്തുന്ന രീതിയിലേക്ക് ബോട്ട് കൊണ്ടുവരണമായിരുന്നു. അതിന് പകരം അയാൾ സമയം ഒരുപാട് പോയല്ലോ, ഇനി അവർ കണ്ടല്ലോ എന്ന് വിചാരിച്ച് അയാൾ ഷാർപ്പായിട്ടൊരു വലത്തേക്ക് ഒരു വെട്ടിക്കൽ വെട്ടിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ബോട്ട് തിരിഞ്ഞപ്പോൾ ഒന്നാമത് ആളുകളെല്ലാം ഒരു വശത്തേക്ക് കൂടി നിൽക്കുന്നു. തിരിഞ്ഞപ്പോൾ വെയിറ്റ് മുഴുവനും അങ്ങോട്ടേക്കായി. ഒരു സാധാരണ ഒരു ഇങ്ങനെ വെള്ളത്തിൽ തിരിയുമ്പോൾ അങ്ങോട്ടേക്ക് ചരിയുമല്ലോ, ബോട്ട് ഫുള്ളായിട്ട് അങ്ങോട്ടേക്ക് ചരിയും. അങ്ങനെ വെള്ളത്തിലേക്ക് വീണപ്പോൾ ഒരു പാനിക് സിറ്റുവേഷൻ ഉണ്ടായി. സന്ധ്യാസമയത്ത് ബോട്ട് എടുക്കരുത് എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു കാരണമുള്ളത് വളരെ വിജനമായിരിക്കും ആ സമയം. തടാകത്തിൽ മറ്റ് ബോട്ടുകളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. 5:30 കഴിഞ്ഞ് 5:45 അടുപ്പിച്ചുള്ള സമയമായതുകൊണ്ട് അവിടെ വിജനമായിരുന്നു, മറ്റു ബോട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഫോറസ്റ്റിൻ്റെ ഒരു ബോട്ട് മാത്രം ദൂരെ നിന്ന് കേൾക്കുന്ന എന്തോ ശബ്ദം എന്ന് പറഞ്ഞ് അവരങ്ങോട്ട് പോയപ്പോഴാണ് ബോട്ട് താഴുന്നത് കണ്ടത്. അവർ ഫോണിൽ കൂടെയും മൊബൈൽ ഫോണിലൂടെയും ഒക്കെ വിളിച്ച് അറിയിച്ചു. അവർക്കും വയർലെസ് സെറ്റൊന്നും ബോട്ടിലില്ല. എന്തായാലും പോലീസ് സ്റ്റേഷനിലേക്കും ബാക്കി ജെട്ടിയിലേക്കും KTDC ഓഫീസിലേക്കും ഒക്കെ ആൾക്കാർ വിളിച്ച് അറിയിച്ച ശേഷമാണ് രക്ഷാപ്രവർത്തകർ അവിടെ വരുന്നത്. അപ്പോഴേക്കും പലരും മുങ്ങി താഴ്ന്നിരുന്നു. സാധാരണ എല്ലാ ബോട്ടുകളിലും ഒരു ബട്ടൺ, ഒരു സൈറൺ പ്രവർത്തിക്കുന്ന ഒരു ബട്ടൺ ഉണ്ടാകാറുണ്ട്. അത് ഫിഷിംഗ് ബോട്ടാണെങ്കിലും പാസഞ്ചർ ബോട്ടാണെങ്കിലും ഡ്രൈവറുടെ സീറ്റിനോട് അടുത്ത് ഹോൺ കൂടാതെ ഒരു ബട്ടൺ ഉണ്ടാകും. അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഒച്ചത്തിലൊരു ശബ്ദം പോവും. അങ്ങനെ ഒരു സൈറൺ ഈ ജലകന്യയ്ക്കില്ലായിരുന്നു. ഒരു സൈറൺ ബോട്ട് ഒരു ബട്ടൺ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ, ഒരു സൈറൺ അമർത്തിയിരുന്നു എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കുറച്ചും കൂടെ വേഗത്തിൽ ആൾക്കാർ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി അവിടെ വന്നേനെ എന്ന ഒരു കണ്ടുപിടുത്തം ഉണ്ടായിട്ടുണ്ട്. 11 കുട്ടികളും 19 സ്ത്രീകളും മറ്റു പുരുഷന്മാരും അടക്കം 45 പേർ മരണപ്പെട്ട ഒരു സംഭവമായിരുന്നു അത്. കർണാടകയിൽ നിന്ന് ഒരു ഗ്രൂപ്പായിട്ട് 50 പേരുടെ ഒരാൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ കുറേ വടക്കേ ഇന്ത്യക്കാരും നോർത്ത് ഇന്ത്യൻസും മറ്റ് അന്യ സംസ്ഥാനത്തിൽ നിന്നും കേരളം കാണാനെത്തിയ ദൈവത്തിൻ്റെ പറുദീസ, ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന നമ്മുടെ സ്ഥലം കാണാനെത്തിയവരാണ് വെള്ളത്തിൽ പെട്ടുപോയത്. കുറേ വൈകിട്ടാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. കാരണം ഫയർഫോഴ്സിനോ പോലീസിനോ ഒന്നും അത്ര വിദഗ്ധരായിട്ടുള്ള ഡൈവേഴ്സോ ഒന്നും ഉണ്ടായിരുന്നില്ല. വല്ലാത്ത ഒരു ബഹളം അവിടെ, ഒരു പാനിക് സിറ്റുവേഷൻ പോലെ അവിടെ അനുഭവപ്പെട്ടതായിട്ട് നമുക്ക് അന്നത്തെ ഇപ്പോൾ വീഡിയോസ് നമ്മൾ പരതിയാൽ ഇപ്പോഴും കിടപ്പുണ്ട്. അതൊക്കെ കാണുമ്പോൾ മനസ്സിലാവും എന്തുമാത്രം ബഹളമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എന്ന്. ബോഡി ഗാർഡ് എന്നുള്ളൊരു മലയാള സിനിമയുടെ ഷൂട്ടിംഗ് അതിൻ്റെ അടുത്ത് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സന്ധ്യയ്ക്ക് വെളിച്ചം കിട്ടാത്തത് കൊണ്ട് അവിടെ നിന്ന് പോലീസ് പോയി അവിടെ ഉണ്ടായിരുന്ന ലൈറ്റുകളും ഒക്കെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവച്ചിട്ടാണ് കുറേ വെളിച്ചം റെസ്ക്യൂ ഓപ്പറേഷന് വേണ്ടി കൊടുത്തത്. പിന്നെ നേവിയിൽ നിന്നുമൊക്കെ വന്ന ആൾക്കാരെ കൊണ്ടുവന്ന ലൈറ്റ്സാണ് പിന്നീട് അവിടെ ഘടിപ്പിച്ച് റെസ്ക്യൂ ഓപ്പറേഷൻ ചെയ്തത്. എന്തായാലും 2 ദിവസത്തോളം അത് നീണ്ടു നിന്നു. എല്ലാവരുടെയും മൃതദേഹം റിക്കവർ ചെയ്തെടുത്തു. കുറേ പേര് രക്ഷിച്ചു. രക്ഷപ്പെട്ടു പോയവരൊന്നും അധികം നാളെ കേരളത്തിൽ നിൽക്കാതെ ജീവനും കൊണ്ട് ഓടി എന്നാണ് അറിയുന്നത്. അതുകൊണ്ട് പലരെയും ക്രൈംബ്രാഞ്ചിന് പിന്നീട് ചോദ്യം ചെയ്യാൻ ആയില്ല. എന്തുകൊണ്ടാണ് ബോട്ട് ചരിഞ്ഞു പോയത്, മറിഞ്ഞു പോയത് എന്നൊന്നും അവരോട് ചോദ്യം ചെയ്ത് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാനൊന്നും സാധിച്ചിരുന്നില്ല. വളരെ കഷ്ടപ്പെട്ടു. സംസ്ഥാന സർക്കാർ അപകടത്തിൽപ്പെട്ടവരുടെയും മരണപ്പെട്ടവരുടെയും കുടുംബത്തിന് ധനസഹായമൊക്കെ പ്രഖ്യാപിച്ചെങ്കിലും അത് വാങ്ങാനൊന്നും ആരും വന്നൊന്നുമില്ല. കാരണം എല്ലാവരും പുറത്തുള്ള ആൾക്കാരായതുകൊണ്ട്. എല്ലാവരെയും കയറ്റി അവരവരുടെ സ്ഥലത്തേക്ക് അയക്കുക എന്നുള്ളതും വളരെ വലിയ ഒരു ടാസ്ക് ആയിരുന്നു അഡ്മിനിസ്ട്രേഷനെ സംബന്ധിച്ചിടത്തോളം. ഈ കേസിൻ്റെ അന്വേഷണത്തിൽ ഞങ്ങൾ ബോട്ട് ഡ്രൈവറെയും സ്ട്രാങ്കിനെയും പ്രതിയാക്കി അവരെ അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തെങ്കിലും കാര്യം അങ്ങനെ നിൽക്കുന്ന ഒരു സിമ്പിൾ കാര്യമല്ല. അതിലും അതീതമായി ഒരുപാട് പേര് ഇതിനകത്ത് ഇൻവോൾവ് ആയിരുന്നു. KTDC ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നവരുടെ ഉത്തരവാദിത്വം വളരെ വലുതായിരുന്നു. അവർ വേണ്ട മുൻകരുതലുകൾ എടുത്തുകൊണ്ടല്ല ബോട്ട് വാങ്ങിയത്. ഒരു എക്സ്പേർട്ടിൻ്റെ ഒപ്പീനിയൻ വാങ്ങാതെ വെറുതെ ഒരു ടെൻഡർ വിളിച്ച് പല സ്ഥലത്തെയും ബോട്ടുകൾ പോയി ഒരു കമ്മിറ്റി നോക്കുകയും ഒരാൾ നോക്കുകയും അത് പരിശോധിച്ച് നോക്കാതെ അതിന് പലതരത്തിലുള്ള ടെസ്റ്റുകൾ നടത്തേണ്ടതുണ്ട്. അതൊന്നും നടത്താതെ
കാണാൻ കൊള്ളാം എന്ന് തോന്നിയ ബോട്ട് നോക്കിയിട്ട് ഒരു 3 എണ്ണത്തിന് ഓർഡർ കൊടുക്കുകയായിരുന്നു. അതിന് ടൂറിസം സെക്രട്ടറി അടക്കമുള്ളവർ കുറ്റക്കാരാണോ എന്ന് പരിശോധിക്കേണ്ട ഒരു വലിയ സാഹചര്യം അന്നുണ്ടായിരുന്നു. കാരണം അദ്ദേഹം അവിടെ പോയി ബോട്ടുകൾ പരിശോധിച്ചു എന്ന ഫയലുകളിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നു. സേഫ്റ്റി നോക്കേണ്ട ആൾക്കാർ, അതായത് ബോട്ട് നീരിലിറക്കി കഴിഞ്ഞാൽ പലതരത്തിലുള്ള ടെസ്റ്റുകൾ നടത്തേണ്ടതുണ്ട്. വെയിറ്റുകൾ നിറച്ചുള്ള ടെസ്റ്റുകൾ നടത്തേണ്ടതുണ്ട്, സ്പീഡ് ടെസ്റ്റ് നടത്തേണ്ടതുണ്ട്, അത് ചരിയാനുള്ള സാധ്യതയുണ്ടോ, അതിൻ്റെ വിഡ്ത്തിൻ്റെ ടെസ്റ്റ്, അങ്ങനെ പലതരത്തിലുള്ള ടെസ്റ്റുകൾ നടത്തിയ ശേഷം മാത്രമാണ് സേഫ്റ്റി സർട്ടിഫിക്കറ്റും ലൈസൻസും ഒക്കെ നൽകാൻ പറ്റുള്ളൂ. പക്ഷേ ഇതെല്ലാം വിസ്മരിച്ചുകൊണ്ട് വെറുതെ ഒരു സർട്ടിഫിക്കറ്റ് എഴുതി കൊടുക്കുകയായിരുന്നു. ഒരു ടെസ്റ്റും അവിടെ കാര്യമായിട്ട് നടത്തിയില്ല. പേപ്പറിൽ എന്തോ 1-2 ടെസ്റ്റ് നടത്തി എന്ന് ഫയൽ എഴുതി വെച്ചിട്ടുണ്ട്, അല്ലാതെ ടെസ്റ്റ് നടത്തിയതായിട്ട് അവിടെ ആർക്കും അറിയില്ല. ഈ ആളുകൾക്ക് വേണ്ട വിധത്തിലുള്ള എഡ്യൂക്കേഷൻ നൽകിയില്ല, അവയർനെസ് കൊടുത്തില്ല, അനൗൺസ്മെൻറ്റ് നൽകിയില്ല. എല്ലാവരും ലൈഫ് വെസ്റ്റുകൾ ധരിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയില്ല. അതിനകത്ത് സഫീഷ്യൻറ്റ് നമ്പർ ഓഫ് ലൈഫ് വെസ്റ്റ് ഇല്ലായിരുന്നു. 70 കപ്പാസിറ്റി എങ്കിൽ 70 പേർക്കുള്ള ലൈഫ് വെസ്റ്റ് പോലും അതിനകത്ത് ഉണ്ടായിരുന്നില്ല. ലൈഫ് വെസ്റ്റുകൾ വെക്കാൻ ഒരു പ്രത്യേക സ്ഥലം വേണം. അപ്പോൾ അതുപോലെ ഒരു സ്ഥലം ആ ബോട്ടിൽ ഉണ്ടായിരുന്നില്ല. ഏകദേശം 20-25 ലൈഫ് വെസ്റ്റുകളെ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പറയുന്നത്. അത് ധരിച്ചിരുന്ന ആൾക്കാർ രക്ഷപ്പെട്ടു, അതില്ലാത്തവർ വെള്ളത്തിൽ മുങ്ങി മരിക്കുകയും ചെയ്തു. വളരെയധികം മഴ പെയ്ത് തേക്കടി ലേക്ക് വളരെ നല്ല നിലയിൽ വെള്ളം പൊങ്ങി നിന്ന സമയമായിരുന്നു. ഏറ്റവും അഗാധമായ ഒരു സ്ഥലത്ത് എത്തിയിട്ടാണ് ബോട്ട് മറിയുന്നത്. ഒരു 100 അടിയോളം താഴ്ച ആ സ്ഥലത്തുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് പെട്ടുപോയാൽ നീന്തൽ അറിയാവുന്നവർ വരെ കഷ്ടപ്പെട്ടു പോകുമെന്നായിരുന്നു. എന്നാലും കുറച്ചുപേരെങ്കിലും രക്ഷപ്പെട്ടു. കാരണം ബോട്ട് പൂർണ്ണമായിട്ട് വെള്ളത്തിനടിയിൽ പോയില്ല. അത് പൊങ്ങിക്കിടന്നത് കൊണ്ട് അതിൽ പിടിച്ച് തൂങ്ങിക്കിടന്നവരെയൊക്കെയാണ് പിന്നീട് പോയി രക്ഷപ്പെടുത്തിയത്. നേവിയിൽ നിന്ന് ആളുകളെ വിളിച്ചു വരുത്തിയിട്ട് അവർ വന്നിട്ടാണ് കുറച്ചെങ്കിലും ആൾക്കാരെ രക്ഷപ്പെടുത്തിയത്. അപ്പോൾ അത്രയും കാലതാമസം അതിന് വേണ്ടി വന്നു. കേസിൻ്റെ അന്വേഷണം വളരെ നീണ്ടുപോയി. ഞാൻ ക്രൈംബ്രാഞ്ചിൽ നിന്ന് പോയതിന് ശേഷമാണ് 2014 മറ്റോ ആണ് കേസ് ചാർജ് ഷീറ്റ് ചെയ്യുന്നത്. തൊടുപുഴ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ആദ്യത്തെ കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ അത് കുറ്റപത്രം അംഗീകരിക്കാതെ തിരിച്ചു തന്നിട്ട് വീണ്ടും അന്വേഷിക്കാനോ മറ്റോ പറയുകയും വ്യത്യസ്തമായ കുറ്റപത്രം തയ്യാറാക്കി സമർപ്പിക്കണം, അതുകൊണ്ട് കൂടുതൽ അന്വേഷിക്കണം എന്ന് പറഞ്ഞ് അത് മടക്കുകയാണ് ചെയ്തത്. ഇതുവരെ ഇത്രയും നാളായിട്ടും ഇതുവരെ ഈ കേസിൽ ഒന്നും ആയിട്ടില്ല, ട്രയൽ തുടങ്ങിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സർക്കാരിന് വേണ്ടി വാദിക്കാൻ ഒരു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വേണം എന്ന് പറയുന്ന ക്രൈംബ്രാഞ്ചിൻ്റെ ഒരു റിപ്പോർട്ട് സർക്കാരിൽ ഇപ്പോഴും നിൽക്കുന്നു എന്നാണ് മനസ്സിലായത്. ആരെയും നിയമിച്ചതായിട്ട് കണ്ടില്ല. ഈ സംഭവത്തിന് സർക്കാർ ഒരു ജുഡീഷ്യൽ അന്വേഷണം ഓർഡർ ചെയ്തിരുന്നു. ജില്ലാ ജഡ്ജിയായിരുന്ന ശ്രീ മൊയ്തീൻ കുഞ്ഞ് അദ്ദേഹമാണ് ഇത് അന്വേഷണം നടത്തിയത്. അദ്ദേഹം ഒരു വലിയ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്ത് കൊടുത്തു. 22-30 റെക്കമെൻഡേഷൻസ് വെച്ച് കൊടുത്ത ഒരു റിപ്പോർട്ടുണ്ട്. അതും ഫലപ്രദമായിട്ട് സർക്കാർ ഒന്നും ചെയ്തില്ല എന്നാണ് എൻ്റെ അറിവ്. കേസ് ചാർജ് ഷീറ്റ് ചെയ്തെങ്കിൽ പോലും പിന്നീട് മാറി വന്ന ഉദ്യോഗസ്ഥർ ഈ കേസ് അന്വേഷിച്ച് അവസാനം ഒരു SP സാബു, അദ്ദേഹം വളരെ മിടുക്കനായിട്ടുള്ളൊരു ഓഫീസറാണ്, അദ്ദേഹം കേസ് ചാർജ് ഷീറ്റ് ചെയ്തു, കുറ്റപത്രം അംഗീകരിച്ചു. പക്ഷേ ഇതുവരെ വിസ്താരം ഒന്നും തുടങ്ങിയിട്ടില്ല. കുറ്റം ചെയ്ത ആൾക്കാരെന്ന് പറയുന്നവരെല്ലാവരും ജാമ്യമെടുത്ത് പല സ്ഥലങ്ങളിലായി ജോലിക്ക് തിരിച്ചു കയറി അവർ സ്വസ്ഥമായിട്ട് ജീവിക്കുന്നുണ്ട്. 45 പേരുടെ ജീവൻ പോയി എന്നത് മാത്രമാണ് മിച്ചം. 2002 കുമരകത്ത് ഒരു ബോട്ട് ദുരന്തമുണ്ടായി. അതൊരു യാത്രാ ബോട്ടായിരുന്നു. അതിൽ 29 പേര് മരിച്ചു എന്നാണ് കണക്ക്. കുറേ സ്ത്രീകളും കുട്ടികളും. സാധാരണ അവർക്കാണല്ലോ നീന്താനൊന്നും കാര്യമായിട്ട് അറിയാൻ പാടില്ലാത്തത്. പ്രായമായ ആൾക്കാരും ഇവരൊക്കെയാണ് കൂടുതലായിട്ട് മരിക്കുക. മുഹമ്മയിൽ നിന്ന് തിരിച്ച് കുമരകത്തേക്ക് പോകുന്ന വഴി ബോട്ട് ജെട്ടി എത്താറായിട്ട് അടുത്ത് കാണാം, അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് മറിയുന്നത്. മറിഞ്ഞിട്ട് അവിടെ ആൾക്കാർ മരിച്ചു പോവുകയായിരുന്നു. ആ സമയം ഇതുപോലെ ഒരുപാട് അന്വേഷണം നടത്തി, രക്ഷാപ്രവർത്തനം നടത്തി, ഒരുപാട് റെക്കമെൻഡേഷൻസ് കൊടുത്ത് ബോട്ടുകൾക്ക് അത് വേണം, ഇത് വേണം, മറ്റത് വേണം, അതാണെന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ അന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കുകയുണ്ടായി. 2007 എറണാകുളം ജില്ലയിലുള്ള തട്ടേക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ബോട്ട് ദുരന്തം ഉണ്ടായി. അവിടെ 17 പേർ മരിച്ചു. അതൊരു സ്കൂളിൽ നിന്ന് പോയ കുറച്ച് ആൾക്കാരായിരുന്നു. 15 സ്കൂൾ കുട്ടികളും 2 അധ്യാപകരും ചേർന്ന് 17 പേരാണ് അന്ന് മരണപ്പെട്ടത്. അപ്പോഴും ഇതുപോലെ നമ്മൾ കോലാഹലം ഉണ്ടാക്കി, കരഞ്ഞു, ഹൃദയം നുറുങ്ങി, കുറേ അധികം റെക്കമെൻഡേഷൻസ് കൊടുത്തു. സർക്കാർ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഭാവിയിൽ ഇതൊക്കെ ചെയ്യണം എന്ന് പറയുകയും അതൊന്നും നടന്നില്ല. അത് DTPCയുടെ ബോട്ടായിരുന്നു. ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ കീഴിൽ വരുന്ന ഒരു ബോട്ടായിരുന്നു അത്. അത് കഴിഞ്ഞിട്ടാണ് തേക്കടിയിലുള്ള KTDCയുടെ ബോട്ട് ദുരന്തം. 45 പേര്, അതായത് കേരളം ഇതേവരെ കണ്ടിട്ടുള്ള ബോട്ട് ദുരന്തങ്ങളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കുന്നത് ഈ ബോട്ട് ദുരന്തത്തിലായിരുന്നു, തേക്കടിയിലെ.
മലയാളികളല്ല കൂടുതൽ മരിച്ചത്, അന്യ സംസ്ഥാനത്തിലുള്ള ആൾക്കാരാണ് എന്നതുകൊണ്ടായിരിക്കാം. വലിയ ഒരു ദുഃഖമൊന്നും വന്ന് കണ്ടില്ല. വളരെ ഷോക്കിംഗ് ഒരു ഇൻസിഡൻ്റ് ആണെങ്കിലും വോട്ട് കിട്ടാൻ സാധ്യതയില്ലാത്ത ആളുകളല്ലേ മരിച്ചത്. അപ്പോൾ അതുകൊണ്ട് സർക്കാർ അങ്ങനെ അത് വലിയതായിട്ടൊന്നും റെക്കമെൻഡേഷൻസ് സ്വീകരിക്കാതെ അങ്ങ് ഉഴപ്പി അങ്ങ് കളഞ്ഞു. ഇപ്പോൾ നടപ്പിലാക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അത് കാറ്റിപ്പറത്തിയിട്ടുണ്ടാവും. നടപ്പിലായ ഓർഡറുകളൊക്കെ ഇഷ്യൂ ചെയ്യുമല്ലോ സർക്കാർ. ഇങ്ങനെ കുറേ ഓർഡേഴ്സ് ഇഷ്യൂ ചെയ്യും, ഇങ്ങനെ കുറേ ഓർഡേഴ്സ് ഇഷ്യൂ ചെയ്യും, അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യമായിട്ടൊന്നും ചെയ്യാറില്ല. ഏറ്റവും സങ്കടകരമായിട്ടുള്ള വസ്തുത, ഇവിടെ റോഡിലൂടെ 3 പേർ ചേർന്ന് യാത്ര ചെയ്താൽ അതിലൊരു കുഞ്ഞ്, അച്ഛൻ്റെയോ അമ്മയുടെ ഇടയിൽ ഒരു കുഞ്ഞ് ഹെൽമെറ്റ് വെക്കാതിരുന്ന് കഴിഞ്ഞാൽ പിടിക്കുന്ന ഒരു സിസ്റ്റമാണ് ഇവിടെ ഉള്ളതെങ്കിൽ, ഇതുപോലെയുള്ള ബോട്ടുകളിൽ കുത്തി നിറച്ച ആൾക്കാരെ കൊണ്ടുപോയി യാതൊരു സുരക്ഷയും ഇല്ലാതെ മരിച്ചു പോകുമ്പോൾ ഒരു കോലാഹലമോ ഒരു ബഹളമോ ഒന്നും കാണാതെ വെറും ഞെട്ടലും വിറങ്ങലിപ്പും കരച്ചിലും പിന്നെ കുറേ ചർച്ചകളും അതുമൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഖേദകരമായ അവസ്ഥ തന്നെയാണ്. ഇനിയും ഇതുപോലെ ബോട്ട് ദുരന്തങ്ങൾ ഉണ്ടാകാം. പക്ഷേ ജീവൻ രക്ഷിക്കുന്ന രീതിയിലുള്ള രക്ഷാപ്രവർത്തനം ഊർജിതമാക്കാനും ഒരുപാട് ജീവനുകൾ പൊലിയാതിരിക്കാനുമുള്ള മുൻകരുതലുകൾ ഇനിയെങ്കിലും നമ്മൾ എടുക്കണം എന്ന ഒരു ആഗ്രഹത്തോടു കൂടി, ഇതുപോലെയുള്ള ബോട്ട് അപകടങ്ങൾ കേരളത്തിൽ ഇനിയും ഉണ്ടാകാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ തൽക്കാലം നിർത്തുകയാണ്. സസ്നേഹം, ശ്രീലേഖ.